പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ചാനലുകൾക്ക് മുന്നിൽ പരാതി പറയരുതെന്നും രോഹിണി ആവശ്യപ്പെട്ടു. யாராவது ஒரு பெண் உங்க முன்னாடி பேசுறாங்கன்னா அதற்கான தீர்வு நீங்க கொடுக்கறீங்களா? இல்ல பொதுமக்களுக்கு தெரியப்படுத்தி பொதுமக்கள் ஏதாவது தீர்வு காண முடியுதா? இல்ல அது தீர்வு காண முடிகிற ஒரு சங்கமாக ஒரு அமைப்பாக நாங்க இருக்கோம். அதனால எங்க கிட்ட முதல்ல சொல்லுங்க. உங்களுடைய பிரச்சனையை தீர்க்கறதுக்கான இடத்துல நாங்க தான் இருக்கோம். മനേഷ് മൂർത്തി ഉണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇത് പുതുതായി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി അത് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണോ? എന്താണ് രോഹിണി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയുടെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ 2019 രൂപീകരിച്ച ഒരു സമിതിയാണിത്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് തന്നെയാണ്. പരാതികൾ ലഭിച്ചാൽ അതിന് നടപടിയെടുക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അത്തരത്തിൽ ചില പരാതികൾ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും രോഹിണി പറയുന്നുണ്ട്. എന്തായാലും രോഹിണി അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ്. പക്ഷേ ഈ സമിതിയിൽ കുറച്ചുകൂടി ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം കൂടി ഇന്നുണ്ടായിട്ടുണ്ട്. അതിലേക്ക് കൗൺസിലർമാരെ, അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കൗൺസിലിംഗ് ചെയ്യിക്കാനുള്ള ആളുകൾ, അതുപോലെ തന്നെ ചില NGOയിൽ നിന്നുള്ള ആളുകളെ, അങ്ങനെയുള്ള ചില ആഡ് ഓൺ ഈ കമ്മിറ്റിയിലേക്ക് കുറച്ചുകൂടി അംഗങ്ങളെ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം കൂടി എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ചേർന്ന നടികർ സംഘത്തിന്റെ യോഗത്തിന് ശേഷമാണ് ഈ കമ്മിറ്റി കുറച്ചുകൂടി സജീവമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നടികർ സംഘം പറഞ്ഞിട്ടുള്ളതാണ്, ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ അല്ലെങ്കിൽ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമിതി ഉണ്ടാകും, നടികർ സംഘത്തിന്റെ കീഴിൽ ഒരു അല്ലെങ്കിൽ നടികർ സംഘം അത്തരത്തിലൊരു സമിതിയെ നിയോഗിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്തായാലും ആ സമിതിയാണ് ഇപ്പോൾ 2019 രൂപീകരിച്ച സമിതി. അതിലേക്ക് കൂടി, അതായത് കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ പരാതികൾ സ്വീകരിക്കുന്നതിനും അതിനുള്ള നടപടികൾ എടുക്കുന്നതിനും വേണ്ടിയാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു സമിതി അങ്ങനെ രൂപീകരിച്ചിരിക്കുന്നത്. രോഹിണി അധ്യക്ഷയായുള്ള ഒരു സമിതി ഇപ്പോൾ നിലവിൽ പറയുന്നത്, ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായി തന്നെ പരിശോധിക്കും. ആ പരിശോധനയിൽ അതായത് തെറ്റുകാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ 5 വർഷത്തേക്ക് സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കുമെന്നുള്ളതാണ് സമിതിയുടെ ഒരു ആദ്യഘട്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ രോഹിണി അതിനകത്ത് മനീഷ്, രോഹിണി പറയുന്നത് ഈ ലൈംഗിക അതിക്രമ പരാതി ഉണ്ടെങ്കിൽ അത് ചാനലുകളിലോ മാധ്യമങ്ങളിലോ അല്ല, ഈ കമ്മിറ്റിക്ക് മുൻപാകെ വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നാണോ? അതായത് അത്തരത്തിലുള്ള ഒരു പ്രവണത കാര്യമായി തന്നെ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള പരാതികൾ ആദ്യം ചാനലുകൾക്ക് മുൻപിൽ പറയുക, അതിനുശേഷമാണ് മറ്റ് അതോറിറ്റികളുടെ മുമ്പിലേക്ക് അത് എത്തുന്നത്. കാരണം ചാനലുകൾക്ക്, ന്യൂസ് ചാനലുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകൾക്കോ ഒന്നും തന്നെ ഈ പരാതി പരിഹരിക്കാൻ കഴിയില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പരാതി പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നടികർ സംഘത്തിന്റെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു സമിതി, ഈ പ്രത്യേക സമിതിക്ക് മുൻപിൽ വന്ന് പരാതികൾ പറയാം. ആ പരാതികൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകും. അല്ലാതെ പരാതികൾക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ പരാതി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനീഷ്, അങ്ങനെയാണെങ്കിലും ഈ ലൈംഗിക അതിക്രമ പരാതികൾ സാധാരണ ക്രിമിനൽ നടപടി നേരിടേണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി അത്തരം പരാതികൾ ഈ മൊഴികളോ അല്ലെങ്കിൽ തെളിവുകളോ നൽകുന്ന സാഹചര്യത്തിൽ അത് പോലീസിന് കൈമാറും. അങ്ങനെയാണോ ഈ കമ്മിറ്റി പ്രവർത്തിക്കുക? അതായത് നിലവിലുള്ള കമ്മിറ്റിയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. രോഹിണി പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലാണ് ഗോപീഷൻ. അതായത് പരാതി ലഭിക്കുമ്പോൾ ആദ്യം തന്നെ, അതായത് ആർക്കെതിരെയാണോ പരാതി അയാളെയാണ് ആദ്യം തന്നെ സമിതി ബന്ധപ്പെടുക. അയാളുമായി സംസാരിച്ചതിന് ശേഷമാണ് അന്വേഷണം ഉണ്ടാവുക. ഈ അന്വേഷണത്തിൽ ഇയാൾ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ 5 വർഷത്തേക്ക് സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുക. ഇതാണ്, അതായത് നിയമപരമായ അധികാരങ്ങളില്ലാത്ത ഒരു കമ്മിറ്റി എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് എന്തായാലും രോഹിണി ഇന്നിപ്പോൾ ശരി. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും ഒരു കമ്മിറ്റി 2019 രൂപീകരിച്ചതാണ്. അത് കൂടുതൽ സജീവമാകാൻ പോകുന്നു. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ചാനലുകൾക്ക് മുന്നിൽ പരാതി പറയരുത് എന്നുമാണ് രോഹിണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.